സൺഡേ ആയിട്ട് എന്താണ് പരിപാടി? നല്ല മഴയല്ലേ അല്ലേ? നല്ല ചതച്ച് കുത്തി പെയ്യുന്ന മഴ. ഇപ്പൊ ഇവിടെ മഴയ്ക്ക് ഇച്ചിരി കുറവുണ്ടേ. ഇപ്പൊ രാവിലെ നമുക്കിവിടെ നീർദോശയാണ് കേട്ടോ. ഇന്നലെ എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നേ, കാസർഗോഡത്തെ ഫുഡിന്റെ ഇതൊക്കെ ഒന്ന് ഇടണേ, ഉപ്പുമാവിന്റെ ഒക്കെ വീഡിയോ ഇടണേ, കാസർഗോഡത്തെ ഫുഡിന്റെ വീഡിയോ ഒക്കെ ഇടണം കേട്ടോ. നമ്മുടെ കാസർഗോഡുകാരുടെ ഒരു പ്രധാനപ്പെട്ട രാവിലത്തെ പലഹാരമാണ് കേട്ടോ നീർദോശ. ഇത് തലേന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. കാസർഗോഡ് കണ്ണൂർ ഭാഗത്തേക്കാണ് കേട്ടോ ഈ നീർദോശ കൂടുതലായിട്ട് ഉണ്ടാക്കാറ്. എന്ന് വെച്ചാല് നമ്മള് അങ്ങോട്ടേക്ക് കോട്ടയം ഭാഗത്തേക്ക് തട്ടിൽ കൂട്ട് ദോശ, ഉഴുന്ന് ദോശയൊക്കെ അല്ലേ. ഇവിടെ അങ്ങനെയല്ല. രാത്രിയില് തലേന്ന് കുറച്ച് പച്ചരി കുതിർത്ത് വെക്കും. പിറ്റേന്ന് ആ പച്ചരി കുറച്ച് തേങ്ങയും, ചിലര് നല്ല ജീരകം ഇടും, ചിലര് ചുവന്നുള്ളി അരയ്ക്കും. ഞാൻ ഇന്ന് ചുവന്നുള്ളിയാണ് അരച്ചേക്കുന്നത്. അപ്പൊ പച്ചരി തേങ്ങയും ചുവന്നുള്ളി ഇച്ചിരി ഉപ്പും കൂടെ കൂട്ടി അരച്ച് കുറച്ച് ലൂസാക്കി എടുക്കും. ഈ പരുവാണ്. വെള്ളം പോലെ ഈ പരുവത്തിൽ മാവെടുക്കും, എന്നിട്ട് ചുട്ടെടുക്കും. അപ്പം നീർദോശയും മീൻകറിയാണ് കേട്ടോ. അപ്പൊ ഇന്ന് എല്ലാവർക്കും എന്താണ് രാവിലെ കാപ്പിക്ക്? അപ്പൊ കാസർഗോഡുകാരുടെ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നീർദോശയും മീൻകറിയാണ് മിക്ക വീടുകളിലും കാണുക. പിന്നെ ചിലപ്പോൾ ചമ്മന്തി ആയാലും മതി, കടുക് വറക്കാത്ത നല്ല കട്ടി ചമ്മന്തി ആയാലും മതി. നീർദോശയ്ക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ചുരുട്ടി തിന്നാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. മാവിങ്ങനെ കോരി ഒഴിച്ച് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ആവും കേട്ടോ. മറിച്ചൊന്നും ഇടണ്ട. ഇതിന്നിങ്ങനെ ഇത് കേട്ടോ, അത്രയ്ക്ക് നല്ല ഇതുപോലെ കട്ടി കുറഞ്ഞാണ് ഈ ദോശ ഇട്ടെടുക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ നീർദോശ. നടുക്കൊരു തേങ്ങ അരിയാതിരിക്കുന്നതാണ് കേട്ടോ സംഭവം. അപ്പൊ ഇതാണ് നമ്മുടെ കാസർഗോഡുകാരുടെ നീർദോശ. ഈ ചുവന്നുള്ളി അരിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. കോരി ഒഴിക്കാനൊക്കെ ഇച്ചിരി എക്സ്പേർട്ട് ആയിരിക്കണം. ഇങ്ങനെ ഒഴിച്ചിട്ട് നമ്മളൊന്ന് ചുറ്റിച്ചെടുക്കുവാണ് കേട്ടോ വേണ്ടത്. ഇങ്ങനെ ചുറ്റിക്കുമ്പോഴാണ് അതിൻ്റെ എന്താ പറയാ, ഇങ്ങനെ നല്ല തിരശീല പോലെ കിട്ടത്തുള്ളൂ. എന്നിട്ട് മൂടി വെക്കണം. ഇത് തിരിച്ചു മറിച്ചൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. മാവ് വെള്ളം നല്ല പാകമാണെങ്കിൽ നല്ല ഇതുപോലെ ഇരിക്കും. നല്ല കട്ടി കുറഞ്ഞ് നല്ല ഇളകിയും വരും കേട്ടോ. മാവ് നല്ല പാകമായിരിക്കണം. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ കാസർഗോഡുകാരുടെ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല നീർദോശയും മത്തി മുളകിട്ട് വെച്ചതാണ് കേട്ടോ. മത്തി മുളകിട്ട് വെച്ച നല്ല മീൻകറിയും, പിള്ളേർക്ക് മുട്ടയും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാർക്ക് ഇന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.